എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണം. കാറൽ മാർക്സ് സോഷ്യലിസം സ്വപ്നം കാണുന്നതിന് മുന്നേ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്വം എന്നീ മൂല്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിനു മുന്നേയായി കേരളം എന്ന കൊച്ചു രാജ്യത്ത് മഹാബലി എന്ന രാജാവ് ഇതെല്ലാം തന്നെ സ്വന്തം രാജ്യത്ത് പ്രാവർത്തികമാക്കിയിരുന്നു. ആദർശ മാനവികതയുടെ പര്യായമായിരുന്നു, ആൾരൂപമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ മലയാളി കാണം വിറ്റും ഓണം ഉണ്ണും. അതിൽ നിന്ന് കിട്ടുന്ന ഊർജം കൊണ്ട് അതിഗംഭീരമായ ഒരു വർഷം ജീവിക്കും. പോകെ പോകെ മൂല്യങ്ങൾക്കെല്ലാം ച്യുതി സംഭവിക്കപ്പെട്ടു. എന്നാലും മാവേലി മന്നൻ്റെ വാഴ്ച തിരിച്ചു വരണമെന്ന് ഓരോ മലയാളിയും ഉത്കടമായി ആഗ്രഹിക്കുന്നു. അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഈ ഗംഭീരമായ ഓണാഘോഷമൊക്കെ തന്നെ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ പൊട്ടിച്ചിരിക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മ പറയാറുണ്ട്, പെണ്ണിനെന്താ ഓണം എന്ന പോലെ. പെൺ പൊട്ടിച്ചിരിയെപ്പോലും ഓണത്തോട് ഉപമിക്കുമ്പോൾ അത് എത്ര നല്ല വാഴ്ചയായിരുന്നു, എത്ര ശ്രേഷ്ഠമായ ഭരണമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. ലിംഗഭേദമില്ലാതെ, ഉച്ചനീചത്വങ്ങളില്ലാത്ത സമത്വ സുന്ദരമായ ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഈ തിരുവോണ ദിനം അല്ലെങ്കിൽ മാവേലി മന്നൻ്റെ വാഴ്ച സ്വപ്നം കാണുന്നുണ്ട്. എത്ര ചവിട്ടിത്താഴ്ത്തുന്നവനും ഒരു നാൾ ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്നുള്ളൊരു സന്ദേശം കൂടി ഈ തിരുവോണ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് നാം ഒരു ദുരന്തമുഖത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും പ്രത്യാശയുണ്ട്. മനുഷ്യത്വം എത്തിയിട്ടില്ല, ആർദ്രത പൂർണ്ണമായും മാഞ്ഞു പോയിട്ടില്ല എന്ന് ഓരോ ദുരന്തവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ ദുരന്തവും നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. മനുഷ്യൻ മരിച്ചാൽ അത് ദുരന്തമാവുന്നില്ലല്ലോ, എന്നാൽ മനുഷ്യത്വം മരിച്ചാൽ അത് മഹാദുരന്തമാവും. അതുകൊണ്ട് തന്നെ മനുഷ്യത്വം മരിക്കാതെയും ആർദ്രത മായാതെയും നമുക്ക് നോക്കാം. ഈ സ്വപ്ന പഴമയിലേക്കായിരിക്കട്ടെ നാം ഓരോരുത്തരുടെയും പ്രയാണം. എല്ലാവർക്കും തിരുവോണാശംസകൾ. നന്ദി, നമസ്കാരം.